IPL ശനിയാഴ്ച മുതൽ വീണ്ടും തുടങ്ങും. 6 വേദികളായി മത്സരങ്ങൾ പൂർത്തിയാക്കാനാണ് BCCI തീരുമാനം. ഫൈനൽ മത്സരം ജൂൺ 3 മാറ്റി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി സംഘർഷം അയഞ്ഞതോടെയാണ് IPL 18ാം സീസൺ പൂർത്തിയാക്കാൻ BCCI തീരുമാനിച്ചത്. ശനിയാഴ്ച ബംഗളൂരുവിൽ നടക്കുന്ന RCB കൊൽക്കത്ത മത്സരത്തോടെ ടൂർണമെന്റ് വീണ്ടും തുടങ്ങും. ബ്ലാക്കൌട്ട് സാഹചര്യത്തിൽ ധരംശാലയിൽ പകുതിയിൽ നിർത്തിയ പഞ്ചാബ് ഡൽഹി മത്സരം വീണ്ടും നടത്തും. പ്ലേ ഓഫും ഫൈനലുമടക്കം 17 മത്സരങ്ങളാണ് പൂർത്തിയാക്കേണ്ടത്. സുരക്ഷാ മുൻകരുതൽ കണക്കിലെടുത്ത് 6 വേദികളിലേക്ക് മത്സരങ്ങൾ ചുരുക്കി. ലക്നൗ, ഡൽഹി, മുംബൈ, ബംഗളൂരു, അഹമ്മദാബാദ്, ജയ്പൂർ എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടത്തുക. 4 മത്സരങ്ങൾ നിഷ്പക്ഷ വേദിയിലാകും നടത്തുക. ചെന്നൈ, രാജസ്ഥാൻ മത്സരം ഡൽഹിയിലും, പഞ്ചാബ് ഡൽഹി മത്സരം ജയ്പൂരിലും, ഹൈദരാബാദ് കൊൽക്കത്ത മത്സരം ഡൽഹിയിലും, പഞ്ചാബ് മുംബൈ മത്സരം ജയ്പൂരിലും നടക്കും. 2 ഞായറാഴ്ചകളിൽ 2 മത്സരങ്ങൾ വീതം നടത്തും. മെയ് 29, 30, ജൂൺ 1 തീയതികളിലായി പ്ലേ ഓഫ് മത്സരങ്ങളും ജൂൺ 3 ഫൈനലും നടത്തും. പ്ലേ ഓഫ്, ഫൈനൽ മത്സരങ്ങളുടെ വേദിയും സമയക്രമവും ഉടൻ പ്രഖ്യാപിക്കുമെന്നും BCCI അറിയിച്ചു. കേന്ദ്ര സർക്കാരിനോടും സുരക്ഷാ സേനകളോടും ചർച്ച ചെയ്താണ് BCCI തീരുമാനം. നിലവിൽ ഒരു ടീമും പ്ലേ ഓഫ് യോഗ്യത ഉറപ്പിച്ചിട്ടില്ലാത്തതിനാൽ ഓരോ മത്സരവും നിർണായകമാണ്. 11 മത്സരങ്ങളിൽ 16 പോയിന്റ് നേടിയ ഗുജറാത്തും RCBയുമാണ് നിലവിൽ പട്ടികയിൽ മുന്നിൽ. തൊട്ടുപിന്നിലുള്ള പഞ്ചാബ്, മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ലക്നൗ ടീമുകൾക്കും ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യതയുണ്ട്. ചെന്നൈ, രാജസ്ഥാൻ, ഹൈദരാബാദ് ടീമുകൾ പ്ലേ ഓഫ് കാണാതെ പുറത്തായെങ്കിലും മറ്റു ടീമുകളുടെ സാധ്യത ഇല്ലാതാക്കുമോ എന്നാണ് ആരാധകരുടെ ആകാംക്ഷ. IPL തുടങ്ങുമെന്ന് അറിയിച്ചതിന് പിന്നാലെ ടീമുകൾ പരിശീലനം തുടങ്ങിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.